അനുമോളെ, നിന്റെ കുളി കഴിഞ്ഞില്ല ഇതുവരെ? മോളെ, ചായ കുടിച്ചിട്ട് പോ. ഇന്നും ദോശയും സാമ്പാറും. സന്ധ്യാവിശ്വസായി 3-ാം ദിവസം. എനിക്കങ്ങ് വേണ്ട. ഇന്നും അവളൊന്നും കഴിക്കാതെയാ പോയത്. ആർക്ക് വേണ്ടി അത് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്നത്? ഓ, സ്വർണത്തിന് ഇന്നും വില കൂടി. ഇത് എവിടെ ചെന്ന് നിൽക്കുവാവോ? ആ, ലിസിയോ, നീ എന്നെ വിളിച്ചായിരുന്നുല്ലേ? കേറി വാ. എടീ, നീ ഇരിക്കും, ഞാൻ പോയി നിനക്ക് ചായ എടുക്കാം. വേണ്ടടി, ഞാനിപ്പോൾ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഓ, നിന്നെ പള്ളിയിലേക്കൊന്നും ഇപ്പം കാണാനും ഇല്ലല്ലോടി. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ മോൻ്റെ അടുത്തായിരുന്നു. ഓ, നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. എടി, നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ പ്രാർത്ഥനക്കാരി മേരിയില്ലേ, അവളെ മോള് ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയടി. ഇല്ലടി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ മോൻ്റെ അടുത്തല്ലായിരുന്നു. കുറേ നാളായിട്ട് അവൻ്റെ കൂടെയായിരുന്നു പൊറുതിന്നാ കേട്ടത്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. പള്ളിയിൽ വന്ന് നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതുപോലെയാ. മക്കളെ വളർത്തുമ്പോൾ നന്നായി വളർത്തണം. അതൊക്കെ എൻ്റെ മോള്. പള്ളിയിലായാലും പ്രാർത്ഥനയ്ക്കായാലും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. ഞാൻ അങ്ങനെ അവളെ വളർത്തിക്കൊണ്ടുവന്നത്, അറിയോ നിനക്ക്? എടി, നീ സമയം കിട്ടുമ്പോൾ ഒക്കെ ഇറങ്ങട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കല്ലേ. ഞാൻ വരാട്ടോ. രണ്ടുപേരും കൂടി ആരുടെ ചോരയാണോ ഇന്ന് കുടിക്കുന്നത്? ആരുടെയും ചോരയൊന്നും കുടിച്ചിട്ടില്ല. അമ്പിളി, ഇറങ്ങി വാ, കയറിയിട്ട് പോവാടി. ഞാൻ വരുന്നില്ലടി, നിന്റെ അമ്മയാട്ടെ നോക്കി നിൽക്കണം. നീ വാ, ഇഷ്ടമല്ല. നീ വാ, ഞാൻ കയറിയിട്ട് വരാം, പിന്നെ വരാം. എന്താ ഇവിടെ പുറത്ത് നിൽക്കുന്നേ? ഞാൻ ഇവിടുത്തെ മകളുടെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞു, സാരമില്ല, നമ്മുടെ വിധിയാ. ദൈവം നമ്മളെ മക്കളെ വളർത്താൻ ഏൽപ്പിച്ച് അത്രയും കരുതിയാൽ മതി. നമ്മൾ എത്ര മക്കളെ വളർത്തിയാലും ദൈവ വെളിച്ചം കിട്ടിയില്ലെങ്കിൽ സാത്താന്റെ ചതിക്കുഴിയിൽ വീണുപോകും. ആരായി പറയുന്നേ? ഞാൻ പോയേക്കുവാ. നീ അവിടെയും കൂടും ഇവിടെയും കൂടും, നീ വലിയ പുള്ളിയാ. നിന്നെ നശിപ്പിക്കുന്ന ഒക്കെ നിന്റെ കൂട്ടുകാരാണ്. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല അമ്മയുടെ സാരിത്തുമ്പി പിടിച്ചുകൊണ്ട് നടക്കാൻ. വേണ്ടടി, നീ തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഈ തള്ള ഒരു മനസ്സമാധാനം തരില്ല, ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാൽ വരെ. ഓ, നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവള്. ആരും അറിയരുത് കേട്ടോ, സൂക്ഷിക്കണം. ഓക്കെ, ഗൂഗിൾ പേ ചെയ്തോളാം. ഹലോ ഹലോ, പറയൂ. ഞാൻ അനുമോളെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. അനുമോൾക്ക് എന്താ പറ്റിയേ? അനുമോൾ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഞാൻ പറഞ്ഞ ഒരക്ഷരം അവൾ അനുസരിക്കുകയില്ല. അവൾക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. എന്തൊക്കെയാണ് അവൾ കാട്ടിക്കൂട്ടണേന്ന് തന്നെ അറിയേല. ആ, അങ്ങനെയാണോ? ഞാൻ അവളോട് സംസാരിക്കാം. ഞാൻ ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ. ഞാൻ ഇന്ന് തന്നെ വന്നാൽ അത്രയും നല്ലതാ. ആ, നേരത്തെ വരാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, എന്നാ ഓക്കെ. എന്താ നിന്നെ കുറച്ച് നാളായിട്ട് പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ? എന്ത് പറ്റി നിനക്ക്? എന്തിനാ എന്നും പള്ളിയിൽ പോണേ? അതെന്താ അങ്ങനെ പറയുന്നേ? എന്താ പറ്റിയ? നിനക്ക് സുഖമില്ലേ? നിന്നെ കണ്ടിട്ട് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ. എനിക്കെൻ്റെ മനസ്സിന് അസുഖം.
നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എൻ്റെ മോളെ കുറിച്ച് ഓർത്തിട്ട് ചേച്ചി, ഇതൊക്കെ കുറേ കൂട്ടുകാരുണ്ട്, അവരുമായിട്ട് നടക്കുക, പോവുക, വരിക, ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കുകയല്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാ. ഇവളുടെ മോളുടെ കാര്യം നിനക്കറിയാലോ. എൻ്റെ മോളെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടിട്ട് അവൾ ചെന്ന് വിടാത്ത കൂട്ടുകെട്ടൊന്നുമില്ല. അവൾ ആകെ വഷളായിപ്പോയി. എനിക്കറിയാല ഇനി എന്താ ചെയ്യേണ്ടത്. ഒരു സമാധാനവും ഇല്ല. ഞാൻ അവൾക്ക് വേണ്ടി കഴിക്കാത്ത പ്രാർത്ഥനയും നേരാത്ത വഴിപാടുകളുമില്ല. ഞാൻ നിരന്തരം വട്ടലുവള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ ഇപ്പോൾ വികാരിയെ വന്നിട്ട് നമ്മുടെ എൽദോ അച്ഛനാ. നീ അവിടെ പോയി മോൾക്ക് വേണ്ടി മുട്ടിപ്പായൊന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിന്റെ മകൾക്ക് മാറ്റം വരും. അച്ഛൻ്റെ പ്രാർത്ഥനയും കുർബാനയും കൊണ്ടാണ് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയത്. എന്തായി പെൺപിള്ളേർ കാട്ടിക്കൊട്ടണേ? ഈ കണക്കിന് പോയാൽ ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കും? ഓ, അമ്മ എന്താ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? നിന്റെ സ്വഭാവം കാരണം മോളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ജീവിതവും അടുത്തു. അമ്മേ, അമ്മയുടെ ആ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. അമ്മയുടെ അനുമോൾ ഇനി ഒരു തെറ്റിലേക്കും പോകില്ല. അമ്മ ഇനി കരയല്ലേ. അമ്മയുടെ അനുമോൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചോളാം. മോളെ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ. Hallelujah, hallelujah, hallelujah. സർവശക്തൻ സർവാധിപൻ മഹോന്നതൻ നീയേ കർത്താവ്.